നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മന്മഥൻ എന്ന ദേവനെ മനോരഥം എന്ന രഥത്തിലേറ്റിയ കഥാകാരിയായിരുന്നു മാധവിക്കുട്ടി എന്ന എഴുത്തുകാരി. അതേ ദേവനെ അതേ രഥത്തിലേറ്റിയ ചലച്ചിത്ര നടിയായിരുന്നു നമ്മുടെ ശ്രീവിദ്യ. പ്രണയത്തിന്റെ കാര്യത്തിൽ ഈ രണ്ട് രാജകുമാരിമാരും തമ്മിൽ സാദൃശ്യമുണ്ട്. സ്വന്തം ജീവിതത്തിനൊപ്പം ശാരീരിക മാനസിക പരിണാമത്തിനൊപ്പം പരിണമിക്കുകയായിരുന്നു ഈ രണ്ടുപേരും മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. അവസാന കാലത്ത് കൃഷ്ണനെ പ്രണയിച്ച രാജകുമാരിമാരായിരുന്നു ഈ രണ്ടുപേരും. അതിലെ ഒരു രാജകുമാരിയായ നമ്മുടെ ശ്രീവിദ്യയെക്കുറിച്ചാവട്ടെ ഈ എപ്പിസോഡ്. ശ്രീവിദ്യ എൻ്റെ 2 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അവരുമായിട്ട് കുറച്ച് അടുപ്പവും ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും തുറന്ന് സംസാരിച്ചിട്ടുമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി എന്ന എൻ്റെ ചിത്രത്തിൽ പ്രേം നസീറിന്റെ ജോഡിയായിട്ട് ഞാൻ ആദ്യം നിശ്ചയിച്ചിരുന്നത് സീമ എന്ന നടിയെയായിരുന്നു. അവരെൻ്റെ അതിനു മുമ്പുള്ള 2 സിനിമകളിലും നായികയായിരുന്നു. എന്നാൽ സിനിമയിൽ ആ ക്യാരക്ടറിന് ഒരു പുത്രിയുണ്ട്. ആ മകളായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ മേനകയായിരുന്നു. മേനകയുടെ അമ്മയായിട്ടുള്ള റോള് ഞാൻ ചെയ്യില്ല, എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. അന്നവര് ഒരു കാമുകിയുടെ ഒക്കെ റോളുകൾ അഭിനയിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാകാം. ഞാൻ അപ്പോൾ വളരെ വിഷമിച്ചു. എന്ത് ചെയ്യണം? അടുത്ത ഓപ്ഷൻ പോയത് ശ്രീവിദ്യയിലേക്കാണ്. അങ്ങനെ ഞാൻ ശ്രീവിദ്യയെ മഹാലിംഗപുരത്തുള്ള അവരുടെ വീട്ടിൽ പോയി കാണുകയുണ്ടായി. അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ അഭിനയിക്കാം, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ക്യാരക്ടറാണ് പ്രധാനം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശ്രീവിദ്യ മുഖ്യമന്ത്രി എന്ന ചിത്രത്തിൽ നായികയാവുന്നത്. ശ്രീവിദ്യയെ ഞാൻ ആദ്യമായി കാണുന്നത് ഒരു ഡബ്ബിംഗ് തിയേറ്ററിൽ വെച്ചാണ്. ഞാൻ പലർക്കും ശബ്ദം കൊടുക്കുന്ന കാരണം ശ്രീവിദ്യ എന്നെ കണ്ട ഉടനെ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഓ പലകുരൽ മന്നൻ എന്ന് തമിഴിൽ പറഞ്ഞാൽ പല ശബ്ദങ്ങളുടെയും രാജാവ് എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നു. അങ്ങനെയാണ് ആദ്യ പരിചയപ്പെടൽ നടന്നത്. അന്ന് ജോർജ് തോമസ് എന്നൊരാളായിരുന്നു ശ്രീവിദ്യയുടെ ഭർത്താവ്. അപ്പോൾ ഞാൻ മദ്രാസിൽ അദ്ദേഹത്തിനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. കാരണം തീക്കനൽ എന്നൊരു സിനിമ മധുസാറ് സംവിധാനം ചെയ്ത് ശ്രീവിദ്യ നായികയായ ഒരു പടമുണ്ട്. ആ സിനിമയുടെ നിർമ്മാതാവായിരുന്നു അദ്ദേഹം ബോംബെയിൽ നിന്ന് വന്ന വലിയൊരു നിർമ്മാതാവായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വരുമ്പോൾ ഓരോ ഇമ്പോർട്ടഡ് കാറുകളിൽ മാറി മാറി വരുമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ചെറുപ്പവും ആ സ്മാർട്ട്നെസ്സും ഇത്രയും അധികം വണ്ടികളും ആ പരിവാരങ്ങളും ഒക്കെ ആയിട്ട് നിന്ന അദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ വേണ്ടി പല നടിമാരും മത്സരിച്ചിട്ടുണ്ടെന്നുള്ള കഥയും ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പലരും അദ്ദേഹത്തെ പ്രണയിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള സത്യവും ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ വിജയിച്ചത് അല്ലെങ്കിൽ ആ വലയിൽ വീണതോ ശ്രീവിദ്യയായിരുന്നു. ഈ കഥയ്ക്ക് സത്യമായ മറ്റൊരു വെർഷൻ കൂടെയുണ്ട്. സ്റ്റാർ ഓഫ് കൊച്ചിൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അവർക്ക് ഹോട്ടൽ ബിസിനസ് ഉണ്ട്, ചിട്ടി ഫണ്ടുകളുണ്ട്. ആ ഗ്രൂപ്പുകാര് ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു. ചിട്ടി ഫണ്ട് ഉള്ളത് കൊണ്ട് സ്വന്തം പേരിൽ സിനിമ വേണ്ട എന്ന് വിചാരിച്ച് അവരുടെ വിശ്വസ്തനായ ഒരു ജോലിക്കാരന്റെ മകന് ഈ ദൗത്യം ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. കമ്പനി ഒരു ബിനാമിയായിട്ട് ഇദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നു. ഒരു സിനിമ എടുക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ സ്ഥാനത്ത് ഇദ്ദേഹത്തെ നിർത്തുകയാണ് ഉണ്ടായത്. അദ്ദേഹം അവിടുത്തെ വെറും ഒരു ശമ്പളക്കാരൻ മാത്രമായിരുന്നു എന്നുള്ളതായിരുന്നു യഥാർത്ഥ സത്യം. അതായിരുന്നു ജോർജ് തോമസ്. ശ്രീവിദ്യയുടെ ആദ്യ പ്രണയം കമലഹാസനുമായിട്ടായിരുന്നു. അത് തമിഴ്നാട്ടിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു. കമലഹാസനും ശ്രീവിദ്യയും ഈ വിഷയങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ശ്രീവിദ്യയുടെ അമ്മ ML വസന്തകുമാരി ഈ വിവാഹത്തിന് കുറച്ച് സമയം ആവശ്യപ്പെട്ടു. 2-4 വർഷമായിക്കോട്ടെ, 2 പേരും നിങ്ങൾ സിനിമയിൽ എൻട്രി ചെയ്തു, വലിയ രീതിയിൽ വരികയല്ലേ, കുറച്ചുകൂടെ പോയിട്ട് നിങ്ങളുടെ വിവാഹം നടത്താം എന്ന് ML വസന്തകുമാരി പറയുന്നു. കമലഹാസൻ അതിനോട് യോജിക്കുന്നില്ല. അങ്ങനെ ശ്രീവിദ്യയ്ക്ക് സ്വന്തമായി ഡിസിഷൻ എടുക്കാനുള്ള കഴിവും അന്നില്ലായിരുന്നു. 21-22 വയസ്സേ ഉള്ളൂ. കമലഹാസൻ പിന്നീട് ശ്രീവിദ്യയുമായിട്ട് സംസാരിക്കുന്നില്ല. പിന്നീട് അറിയുന്നത് കമലഹാസൻ വാണി ഗണപതിയെ വിവാഹം ചെയ്തു എന്നുള്ള വിവരമാണ്. അത് ശ്രീവിദ്യയെ ആകെ ഉലച്ചു, തളർത്തി. ശ്രീവിദ്യ ആകെ ഡെസ്പായിട്ടിരിക്കുമ്പോഴാണ് അതോടെ ജോർജിന്റെ വിവാഹ അഭ്യർത്ഥന ശ്രീവിദ്യ സ്വീകരിക്കുന്നു. ജോർജുമായിട്ടുള്ള വിവാഹത്തിന് ഭയങ്കര എതിർപ്പുകൾ ഒരുപാട് പേര് പ്രകടിപ്പിച്ചു. ഭയങ്കരമായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്നവരായിരുന്നു മധുസാറ്, തമിഴ് നടി മനോരമ, ശ്രീവിദ്യയുടെ അമ്മ. ശ്രീവിദ്യ അന്ന് ഡിസിഷൻ എടുക്കാനുള്ള പാകത്തിന് അവർക്ക് കഴിവോ കാര്യമോ ഒന്നും ഇല്ലായിരുന്നു. അമ്മ സമ്മതിക്കില്ല എന്നുള്ളത് ശ്രീവിദ്യക്ക് ഉറപ്പായിരുന്നു. പലരും എതിർത്തിട്ടും തന്നെ വളർത്തിയ ഒരു ആയയുണ്ട്. ഈ ആയയോട് അഭിപ്രായം ചോദിക്കുകയാണ്,
ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആയേ എന്ന് ചോദിച്ചു അവരോട്. അവർ പറഞ്ഞു കൊടുത്തു, നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുമോളെ, ഇവിടെ നിന്നാൽ ഇതൊന്നും നടക്കില്ല. അതായിരുന്നു ശ്രീവിദ്യ സ്വീകരിച്ച ഒരു നിലപാട്. ബോംബെയിൽ വെച്ച് അവർ വിവാഹിതരാകുന്നു. വിവാഹം ബോംബെയിലെ ഒരു ചർച്ചിൽ വെച്ചാണ് നടന്നിരുന്നത്. അപ്രതീക്ഷിതമായി ML വസന്തകുമാരി, അവരുടെ അമ്മ, ആ കൃത്യസമയത്ത് വന്ന് ഏതാനും മിനിറ്റുകൾ നിന്ന ശേഷം അവരങ്ങ് തിരിച്ചു പോവുകയുണ്ടായി. വിവാഹം കഴിഞ്ഞ് ബോംബെയിലെ ജീവിതത്തിനിടയിലാണ് ശ്രീവിദ്യ തിരിച്ചറിയുന്നത് ഇയാൾ സ്റ്റാർ ഓഫ് കൊച്ചിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവിടുത്തെ ഒരു ജീവനക്കാരന്റെ മകനാണെന്നും താൻ വഞ്ചിക്കപ്പെട്ടുവെന്നും രാജ്യമില്ലാത്ത ഒരു രാജാവിനെയാണ് തന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നതെന്നും ശ്രീവിദ്യ തിരിച്ചറിഞ്ഞു. ആയ പറഞ്ഞ തീരുമാനം സ്വീകരിച്ചത് തെറ്റായിപ്പോയെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്ക് എല്ലാം കൈവിട്ടു പോയി കഴിഞ്ഞിരുന്നു. ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ പണം വേണം. അതിന് ശ്രീവിദ്യ വീണ്ടും അഭിനയിക്കാൻ ഇറങ്ങേണ്ട സ്ഥിതിവിശേഷത്തിലെത്തി. നിരവധി സിനിമകളുടെ ഓഫറുകൾ അവരുടെ പുറകെ വന്നു. അവർ അഭിനയ രംഗത്തേക്ക് ഇറങ്ങി ധാരാളം പണം സമ്പാദിക്കുകയും ചെയ്തു. ഈ പണം മുഴുവൻ ഇദ്ദേഹം ദൂർത്തടിക്കുകയാണ് ഉണ്ടായതെന്നാണ് കേട്ടിട്ടുള്ളത്. ശ്രീവിദ്യയുടെ അക്കൗണ്ടിൽ വരുന്ന പണം മുഴുവൻ ജോർജ് ഒപ്പിട്ട് എടുക്കുമായിരുന്നു എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഒപ്പിടുന്നത്? ആ ഒപ്പിടുന്ന ശ്രീവിദ്യയുടെ ഒപ്പ് അദ്ദേഹം പഠിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ ചെക്കിൽ ഒപ്പിട്ട് കൊടുത്താണ് പണം വാങ്ങിയിരുന്നത്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ശ്രീവിദ്യ വെറും ഒരു കാശുണ്ടാക്കുന്ന മെഷീനായി മാറി എന്നാണ് വിദ്യാമ്മ പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് പല സ്ത്രീകളുമായിട്ട് മറ്റ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നതായിട്ടും ശ്രീവിദ്യ അറിയുകയുണ്ടായി. അതോടുകൂടി അവരുടെ ദാമ്പത്യം ആകെ ഉലഞ്ഞു. ശ്രീവിദ്യയെ അയാൾ മർദ്ദിക്കാനും തുടങ്ങി, തല്ലുകയും അടിക്കുകയൊക്കെ ചെയ്ത് ഒരിക്കൽ ശ്രീവിദ്യ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അമ്മയുടെ വീട്ടിലേക്ക് ചെന്നതായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രീവിദ്യ തൻ്റെ അമ്മയെടുത്ത് ഈ വിവരങ്ങളൊക്കെ പറയുമ്പോൾ ഏകദേശം 4-5 വർഷം കഴിഞ്ഞിരുന്നു. അമ്മ പറയുന്നു, മോളെ നീ ഇത്രയും വർഷം എന്തിനാണ് മോളെ ഇത് സഹിച്ചത്? അന്നേ നിനക്കിത് എന്നോട് പറഞ്ഞുകൂടായിരുന്നു എന്ന് അമ്മ ചോദിച്ചു. ഞാൻ നിന്നെ പ്രസവിച്ചവളല്ലേ, എന്നോട് എന്തുകൊണ്ട് നീ മറച്ചു വെച്ചു എന്ന് ആ അമ്മ ചോദിച്ചതായിട്ട് ശ്രീവിദ്യ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാം കൂടി തീരുമാനമെടുത്തു, ഈ ബന്ധം ഇനി വേണ്ട എന്ന ഡിസിഷൻ. പക്ഷേ നിയമപരമായിട്ട് ഇത് വേർപെടുത്താൻ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഒന്നാമത് ക്രിസ്ത്യൻ ആക്ട് പ്രകാരമാണ് ഇവരുടെ വിവാഹം നടന്നിരിക്കുന്നത്. അതിന് ഒരുപാട് നൂലാമാലകളൊക്കെ ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ശ്രീവിദ്യ ഈ വിവാഹബന്ധം വേർപെടുത്താൻ വേണ്ടി സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. അപ്പോഴേക്കും വർഷങ്ങൾ ഏതാണ്ട് 10-14 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ശ്രീവിദ്യയുടെ സമ്പാദ്യമെല്ലാം അയാൾ കൈയടക്കി വെച്ചിരുന്നു. അയാൾ ശ്രീവിദ്യയെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഗുണ്ടകളും കൊട്ടേഷൻ സംഘങ്ങളെയൊക്കെ അയാൾ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞ ഒരു വിവരം വെച്ച് ശ്രീവിദ്യ അവിടുത്തെ ഒരു മധ്യരാജാവായ ഒടയാർ എന്ന് പറയുന്ന അദ്ദേഹത്തെ കണ്ടു, സങ്കടങ്ങൾ ബോധിപ്പിച്ചു. അദ്ദേഹമാണ് ശ്രീവിദ്യയെ സഹായിച്ചിട്ടുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ശ്രീവിദ്യ ഇക്കാര്യം എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല. ഒടയാറിന്റെ ആൾക്കാർ ജോർജിന്റെ അടുത്ത് ചെന്ന് വിരട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത്. നിനക്കൊരവസരം തരാൻ രക്ഷപ്പെടാൻ, നീ ഇതെല്ലാം വിട്ടുകൊടുത്തിട്ട് നിന്റെ ജോലി നോക്കി പോവുക, ഇല്ലെങ്കിൽ നീ അവരുടെ ചെക്കുകളെല്ലാം ഒപ്പിട്ട് കൊടുത്തത് എല്ലാം രംഗത്ത് കൊണ്ടുവരും, നീ അകത്ത് കിടക്കേണ്ടി വരും, നിനക്ക് ജീവിതം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട ഒരു അവസരം നിനക്കുണ്ടാവും എന്ന് പറഞ്ഞു. അതോടുകൂടി ജോർജ് വഴങ്ങി എല്ലാം സമ്മതിച്ച് സറണ്ടർ ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ആ സമയങ്ങളിലെല്ലാം ശ്രീവിദ്യ ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി, ഒരു പ്രണയത്തിന് വേണ്ടി അവർ ഒരുപാട് ദാഹിച്ചിരുന്നു. പ്രണയാദ്രമായ അവരുടെ ആ മനസ്സ് പലരും മുതലെടുത്തിട്ടുണ്ട്. അവരുടെ ആഗ്രഹം കുറച്ച് സ്നേഹം കിട്ടുക എന്നത് മാത്രമായിരുന്നു. ശ്രീവിദ്യ ആഗ്രഹിച്ചിരുന്നത് പോലെ കുടുംബം, കുട്ടികൾ, ഭർത്താവ്, അങ്ങനെ ഒരു ജീവിതം ശ്രീവിദ്യക്ക് ലഭിച്ചില്ല. വിധി അതനുവദിച്ചില്ല. നല്ലൊരു നടിയും സംഗീതജ്ഞയും നർത്തകിയുമൊക്കെയായ ശ്രീവിദ്യ തെലുങ്ക്, തമിഴ്, മലയാളം എന്നീ ഭാഷകളിൽ കത്തിജ്വലിച്ചുകൊണ്ട് നിന്നു. അവരുടെ അഭിനയ മികവും അവരുടെ ക്യാരക്ടറും എന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരങ്ങനെ ധാരാളം പണം സമ്പാദിച്ചു. മദ്രാസിൽ ഫ്ലാറ്റ്, തിരുവനന്തപുരത്തൊരു വലിയ വീട്, പിന്നെ ധാരാളം സ്വർണം, ഒരുപാട് ക്യാഷ് ബാലൻസ്, അങ്ങനെ നിരവധി അവരുടെ സമ്പാദ്യങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം അനുഭവിക്കാനുള്ള യോഗം ശ്രീവിദ്യയ്ക്ക് ഉണ്ടായില്ല. ഈ സമ്പാദ്യങ്ങളൊക്കെ വെച്ച് അവസാന കാലത്ത് അമേരിക്കയിൽ പോയി സുഖമായിട്ട് കുറെ നാൾ ജീവിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അവരുടെ ഈ ആഗ്രഹങ്ങളെല്ലാം ക്യാൻസർ എന്ന മഹാമാരി തച്ചുടച്ചു കളഞ്ഞു. ഇത്രയൊക്കെ സമ്പാദിച്ചിട്ടും വളരെ ദുരിതപൂർണമായിരുന്നു ശ്രീവിദ്യയുടെ അവസാന കാലം. ശ്രീവിദ്യ താൻ ജീവിതം മുഴുവൻ സമ്പാദിച്ച എല്ലാ സമ്പാദ്യവും താൻ ഏറ്റവും വിശ്വസിച്ച, ഏറ്റവും സ്നേഹിച്ച, തൻ്റെ ഏറ്റവും വിശ്വസ്തനായ
ഗണേഷ് കുമാറിനെ ഏൽപ്പിക്കാനുണ്ടായത്. അതിനവർ ഒരു വിൽപത്രം തയ്യാറാക്കി, അതിലവർ ഒപ്പിട്ടു. അതിലെല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അവരുടെ സ്വത്തുക്കൾ, അവരുടെ സമ്പാദ്യം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു വിശദമായ വിശദീകരണം അതിലുണ്ടായിരുന്നു. നിർധനരായ കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ ഒരു നൃത്ത വിദ്യാലയം തുടങ്ങണമെന്നും അതിലുണ്ടായിരുന്നു. അങ്ങനെ ആർക്കൊക്കെ പണം കൊടുക്കണം, എന്തൊക്കെ ചെയ്യണം, സ്വത്തുക്കൾ എങ്ങനെയൊക്കെ വിനിയോഗിക്കണം എന്നുള്ളതും അതിലുണ്ടായിരുന്നു. ആ വിൽപത്രം അതിന്റെ ചുമതലക്കാരനായ ഗണേഷ് കുമാറിനെ ഏൽപ്പിച്ചു. ഇതിനിടെ ശ്രീവിദ്യയുടെ രോഗം മൂർച്ഛിച്ച സമയത്ത് കൃഷ്ണനോടുള്ള പ്രണയം കാരണം തന്റെ കുടുംബത്തിൽ, മദ്രാസിലുള്ള കുടുംബത്തിൽ പരമ്പരാഗതമായി സൂക്ഷിച്ചിരുന്ന ഒരു കൃഷ്ണന്റെ ഫോട്ടോയുണ്ട്. ആ ഫോട്ടോ ഒന്ന് എത്തിച്ചു തരണമെന്ന്, അവർക്ക് കാണണമെന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് പ്രകാരം ശ്രീവിദ്യയുടെ ആങ്ങളെയും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് ആ ഫോട്ടോ ഇവിടെ എത്തിക്കുകയുണ്ടായി. അവസാനമായി ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. തന്റെ ആദ്യ പ്രണയ കാമുകനായ, താൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന കമലഹാസനെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. മരിക്കുന്നതിന് മുമ്പ് ഒരു നോക്ക് കാണണമെന്ന് അവർ ആഗ്രഹിച്ചു. കമലഹാസനെ ഇത് അറിയിക്കുന്നു. കമലഹാസൻ അടുത്ത ഫ്ലൈറ്റിലെത്തുന്നു. ശ്രീവിദ്യയെ കാണാൻ റൂമിലേക്ക് കയറും മുമ്പേ നിർദ്ദേശം വന്നു. മറ്റാരും കൂടെ ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശവും ഉണ്ടായിരുന്നു. ശ്രീവിദ്യയുടെ മുറിയിൽ കയറിയ കമലഹാസൻ ഒരു നിമിഷം പകച്ചുപോയി. താൻ കണ്ട ശ്രീവിദ്യ നീണ്ട മുടിയുള്ള, വിടർന്ന കണ്ണുള്ള, അതിസുന്ദരിയായ, നല്ല പുഞ്ചിരിയുള്ള, അതിമനോഹരമായ ആ ശ്രീവിദ്യ എവിടെ പോയി? ആ ശ്രീവിദ്യയ്ക്ക് പകരം ഇവിടെ കണ്ടത് മുടിയൊന്നുമില്ലാതെ വയറൊക്കെ വീർത്ത ഒരു മനുഷ്യക്കോലം. അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവര് എന്തൊക്കെയോ സംസാരിച്ചു. ആ സമയവും ആ മനസ്സ് പ്രണയാർദ്രമായിരുന്നു. കഠിനമായ വേദന താങ്ങാനാവാതെ ശ്രീവിദ്യ ഡോക്ടർമാരോട് പലപ്പോഴും പറഞ്ഞിരുന്നു, എന്തെങ്കിലും തന്ന് എന്നെ ഒന്ന് കൊന്നുകൂടെ എന്ന് കേണപേക്ഷിച്ചിട്ടുണ്ട്. എല്ലാ വാക്കുകൾക്കും വിരാമം ഇട്ടുകൊണ്ട്, എല്ലാ വിവാദങ്ങൾക്കും അന്ത്യം കുറിച്ചുകൊണ്ട് വിദ്യാമ്മ യാത്രയായി. എങ്കിലും വിവാദങ്ങൾ പിന്നെയും കെട്ടടങ്ങിയില്ല. വിദ്യാമ്മ മരിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഏക സഹോദരൻ ഈ വിൽപത്രത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അവർ പിന്നീട് ഇംഗ്ലീഷ് പേപ്പറിലൂടെയാണ് ഈ വിവരം അറിയുന്നത്, ഇങ്ങനെ ഒരു വിൽപത്രമുണ്ടെന്നുള്ള വിവരം. അതോടുകൂടി അവർ ഗണേഷ് കുമാറിനെതിരെ തിരിഞ്ഞു. അവര് ഗണേഷ് കുമാറിനെതിരെ നിരത്തിയത്, അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതില് ഏക സഹോദരനായ ഈ ശങ്കരരാമനെ കൂടെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നില്ലേ എന്നോ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അങ്ങനെ ശ്രീവിദ്യാമ്മയുടെ പണമെടുത്ത് ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്കൂൾ എവിടെയാണ്, അവിടെ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യവും. ശ്രീവിദ്യയുടെ കുടുംബക്കാർ പറയുന്ന മറ്റൊരു ആരോപണം, അവരോട് അവിടുത്തെ ഒരു നേഴ്സ് പറഞ്ഞു പോലും ഈ വിൽപത്രം ഒപ്പിടുന്ന സമയത്ത് ശ്രീവിദ്യയ്ക്ക് അന്ന് കീമോ കൊടുത്ത ദിവസമായിരുന്നു, അവർ പാതി മയക്കത്തിലായിരുന്നു എന്നും ഒരു ആരോപണം ഇവർ ഉയർത്തുന്നുണ്ട്. തമിഴ്നാട്ടിലുള്ള എല്ലാ മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്ത അങ്ങ് പരത്തി. അത് ഗണേഷ് കുമാറിനെ ചൊടിപ്പിച്ചു. വിദ്യാമ്മയെ ചികിത്സിച്ച ഡോക്ടർ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ആത്മകഥ എഴുതുകയുണ്ടായി. അതിനകത്ത് ഒരു ഭാഗത്ത് പറയുന്നു, വിദ്യാമ്മയ്ക്ക് വേദന കുറയ്ക്കാനായി ഒരു സ്പെഷ്യൽ മരുന്ന്, ഏതാണ്ട് ഒരു കൂടിയ മരുന്ന് അവർ പ്രിഫർ ചെയ്തു. ആ മരുന്ന് എത്രയോ ലക്ഷക്കണക്കിന് രൂപ വേണം അത് വാങ്ങാൻ. അവർക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ വന്ന സമയത്ത് കൊടുക്കേണ്ട ഒരു മരുന്നായിരുന്നു. ആ മരുന്ന് വാങ്ങാൻ ഈ ട്രസ്റ്റിനോട് ആവശ്യപ്പെട്ടു. ട്രസ്റ്റിൽ നിന്ന് മറുപടി വന്നു, അത്രയും പണം ട്രസ്റ്റിലില്ല, തരാൻ നിവൃത്തിയില്ല എന്ന് പറയുന്നു. ഇതറിഞ്ഞ ഒരു കമ്പനി, മരുന്ന് കമ്പനി, ശ്രീവിദ്യക്കാണോ ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാം എന്ന് പറഞ്ഞ് മരുന്ന് കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ഉണ്ടായിരുന്ന സത്യമായ ഒരു വാർത്തയായിരുന്നു. ശ്രീവിദ്യയുടെ ആങ്ങളയുടെ ഭാര്യ ചാനലിലൂടെ പറഞ്ഞു, ഞങ്ങൾ 1,00,000 രൂപ കൊടുത്ത് ഒരു വക്കീലിനെ വെച്ച് ഇതിലേക്ക് ഒരു കേസ് ഫയൽ ചെയ്തു മദ്രാസ് കോടതിയിൽ. പക്ഷേ ആ കേസ് കേരളത്തിൽ നിന്ന് വന്ന് അത് ക്വാഷ് ചെയ്ത് കളഞ്ഞു എന്ന് അവർ പറഞ്ഞു. അതിലും അവർക്ക് നീതി കിട്ടിയില്ല എന്നവർ പറയുന്നു. ഇതിനകത്ത് ഗണേഷ് കുമാറിൻ്റെ ഒരു വെർഷനുണ്ട്. ഇത്തരം ആരോപണങ്ങൾ തൻ്റെ നേരെ വന്നപ്പോൾ ഗണേഷ് കുമാർ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് അങ്ങ് വിട്ട് ഈ ട്രസ്റ്റ് മുഴുവൻ ഗവൺമെന്റിന് കൈമാറുകയാണ് ഉണ്ടായത്. ഗവൺമെന്റിന് കൈമാറിയ ശേഷം ഇത് പിന്നീട് ഗണേഷ് കുമാർ തന്നെ സിനിമാ മന്ത്രിയായിട്ട് വന്നു. അപ്പോൾ ഗവൺമെന്റ് ഒരു സജഷൻ വെച്ചു, ഈ ട്രസ്റ്റിനെ ഫിലിം അക്കാദമിയുടെ കയ്യിലേൽപ്പിക്കുക, അവർ നടത്താൻ ഗവൺമെന്റ് ഒരു സജഷൻ വെച്ചു. പക്ഷേ സിനിമാ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ പറഞ്ഞു, ഇല്ല, ഞാൻ ഇനി ഈ കാര്യത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ് ആ ഫയല് തിരിച്ച് മുഖ്യമന്ത്രിക്ക് അയക്കുകയാണ് ഉണ്ടായതെന്നാണ് ഗണേഷ് കുമാറിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ശ്രീവിദ്യ ജീവിച്ചിരുന്നപ്പോഴും അവരോട് ആരും
നീതി പുലർത്തിയിരുന്നില്ല. അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ആത്മാവിനോടും ആരും നീതി പുലർത്തുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. വീണ്ടും മറ്റൊരു അനുഭവ കഥയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ നന്ദി, നമസ്കാരം.